ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായ കൈക്കൂലി കേസിൽ പ്രതിരോധത്തിലായി വിജിലൻസ്. കേസ് ഒഴിവാക്കി തടി തപ്പാൻ നീക്കം. വിദേശത്ത് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത 25കാരി പിടിയിലായി. യുവതിയുടെ അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത സഹപ്രവർത്തകനെ റോഡിലൂടെ വലിച്ചിഴച്ചു. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത സംഭവത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച് പോലീസ്. ജീവനക്കാരുടെയും ഉടമസ്ഥ ദിയാകൃഷ്ണയുടെയും ബാങ്ക് രേഖകളാണ് പോലീസ് പരിശോധിച്ചത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. നടനും BJP നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനമായ OBOCയിൽ നിന്നും ജീവനക്കാർ പണം തട്ടിയെടുത്ത സംഭവത്തിൽ ജീവനക്കാരുടെയും ദിയാകൃഷ്ണയുടെയും ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിക്കുകയാണ്. QR കോഡ് മാറ്റിവെച്ചായിരുന്നു ജീവനക്കാർ പണം തട്ടിയെടുത്തത്. ഇതിലാണിപ്പോൾ ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ബാങ്കുകൾക്ക് കത്ത് നൽകിയിരുന്നു. മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബാങ്ക് രേഖകൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ജീവനക്കാരും ദിയയും നടത്തിയ ബാങ്ക് ഇടപാടുകളുടെ രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബാങ്ക് രേഖകൾ പരിശോധിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടി. ജനം, തിരുവനന്തപുരം. കൊല്ലം കടയ്ക്കലിൽ മദ്യലഹരിയിൽ സ്വകാര്യ ബസ് ഓടിച്ച ഡ്രൈവർ പിടിയിലായി. കടയ്ക്കൽ തെറ്റിമുക്ക് സ്വദേശി അജയകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ കടയ്ക്കൽ പോലീസ് കേസെടുത്തു. കല്ലറ കടയ്ക്കൽ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് പിടിയിലായത്. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്ന് യാത്രക്കാരിൽ ചിലർ കടയ്ക്കൽ പോലീസിൽ വിവരമറിയിച്ചു. ബസ് കല്ലറയിൽ നിന്നും കടയ്ക്കലെത്തിയപ്പോൾ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പോലീസ് പരിശോധന നടത്തി. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. വൈദ്യപരിശോധനയിലും അജയകൃഷ്ണൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ സ്വകാര്യ ബസ് കടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കെതിരെ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് കേസെടുക്കുകയും ചെയ്തു. അജയകൃഷ്ണനെ ജാമ്യത്തിൽ വിട്ടെങ്കിലും ബസ് പോലീസ് കസ്റ്റഡിയിലാണ്. ജനം, കൊല്ലം. ആലപ്പുഴ മാന്നാറിൽ യുവതിയുടെ അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത യുവതിയുടെ സഹപ്രവർത്തകനെ ഇരുചക്ര വാഹനത്തിൽ റോഡിലൂടെ വലിച്ചിഴച്ചു. മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ജംഗ്ഷനിലായിരുന്നു സംഭവം. പരിക്കേറ്റ സുഹൃത്ത് KM ലിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ തലവടി സ്വദേശി ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനങ്ങൾ ചീറിപ്പായുന്ന മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര ജംഗ്ഷനിലായിരുന്നു കാഴ്ചക്കാരെ ഭീതിയിലാഴ്ത്തിയ ഈ സംഭവം. ഇന്നലെ വൈകിട്ട് 6ഓടെ ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റിൽ ബ്ലീച്ചിംഗ് പൗഡർ തിരക്കിയെത്തിയ തലവടി സ്വദേശി ബൈജു കടയിലെ ജീവനക്കാരായ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നും ഇത് ചോദ്യം ചെയ്തതോടെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ബൈജുവിനെ തടയാൻ ശ്രമിച്ച KM ലിതിനെ ബൈക്കിൽ റോഡിലൂടെ വലിച്ചിഴക്കുകയായിരുന്നെന്നും മാന്നാർ പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ലിതിൻ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാഹനമോടിച്ച ബൈജുവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മാന്നാർ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ജനം, ആലപ്പുഴ. തൃശൂരിൽ ലഡു കടം നൽകാത്തതിനെ തുടർന്ന് കട ഉടമയ്ക്ക് ക്രൂരമായ മർദ്ദനം. മദ്യലഹരിയിലെത്തിയ കട ഉടമയെ മർദ്ദിച്ച യുവാക്കൾ സ്ഥാപനവും അടിച്ചു തകർത്തു. ചേലക്കര തോന്നൂർക്കര മണ്ണാർക്കാട് സ്വദേശി മുരളിക്കാട് മർദ്ദനമേറ്റത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് ചെയ്തു. ഇവരുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ലഡു കടം കൊടുക്കാത്തതിനാണ് കട ഉടമയ്ക്ക് അതിക്രൂരമായ മർദ്ദനമേറ്റത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
മദ്യപിച്ച് ലക്കുകെട്ടെത്തിയ ശേഷമാണ് കടയിലെത്തി ലഡു കടമായി ചോദിക്കുന്നത്. അപ്പം ലഡു തരാൻ സാധിക്കില്ലെന്നും പണം വേണമെന്നും കടയുടമയെ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് മദ്യപിച്ചെത്തിയ അവർക്ക് ഈ കടയുടമയെ യാതൊരു പ്രകോപനമില്ലാതെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേസിൽ തോന്നൂക്കര സ്വദേശികളായ ബിനു, സന്തോഷ് എന്നിവരെ തൃശ്ശൂരിലെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചേലക്കര തോന്നിയൂർ മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള മുരളിയുടെ കടയാണ് അടിച്ചു തകർത്ത്. അതേപോലെ തന്നെ മുരളിക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റിരുന്നു. തലയ്ക്കും കൈക്കും കാലുകൾക്കും അടക്കം ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മദ്യപിച്ചെത്തിയ ഇരുവരും ലഡു ആണ് ആദ്യം ആവശ്യപ്പെട്ടത്. പല സാധനങ്ങളും കടയിലിരിക്കുന്ന ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഇവർ ലഡുവിലേക്ക് ഇവർ നോട്ടമെത്തുകയായിരുന്നു. തുടർന്ന് ലഡു എടുത്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തുകയും ഇത് തടയാനായിട്ടുള്ള കടയുടമയുടെ ശ്രമത്തിനിടയിലാണ് ഇവരുടെ ഒരു ആക്രമണം ഉണ്ടായത്. എന്തായാലും ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ഇന്ന് രാവിലെയോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സമരം ആരംഭിച്ചു. ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്നും നിരക്ക് ഏകീകരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൊച്ചിയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ സമരം ആരംഭിച്ചത്. ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്ന് ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടു. യൂബർ അടക്കമുള്ള കമ്പനികൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ്. 25 മുതൽ 40% വരെ ഇവർ കമ്മീഷൻ ഈടാക്കുന്നതായും ഡ്രൈവർമാർ ആരോപിച്ചു. കമ്മീഷൻ എടുക്കുന്നതിന് ഒരു കയ്യും കണക്കൂല ഇവരുടെ തോന്നിയ വിധത്തിൽ കമ്മീഷൻ എടുക്കുക. ഇവര് പറയണത് 18% കമ്മീഷൻ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഇവരെന്തുകൊണ്ട് 25, 30, 40 ഒക്കെ എടുക്കുന്നു? ഇവർക്ക് എന്താണ്, ആരാണ് അധികാരം കൊടുത്തേക്കണം? ഡ്രൈവർമാരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണം. കമ്പനികളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സർക്കാരിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഡ്രൈവർമാർ വ്യക്തമാക്കി. ഗവൺമെന്റിന് ഉത്തരവാദിത്തം ഇല്ലേ ഈ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത്? ടാക്സ് മാത്രം മേടിച്ച് പൊക്കലിട്ടാൽ മതിയാ? അതെന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ചെയ്യാത്തത്? ഇപ്പൊ ഗവൺമെന്റിനെ കണ്ണുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം ആളുകൾ ഇവിടെ ചേർന്നേക്കണം. ഇനിയിപ്പോ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ ഇല്ലെന്ന് നോക്കട്ടെ. സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി എറണാകുളം കളക്ടറേറ്റിലേക്ക് ഡ്രൈവർമാർ മാർച്ചും നടത്തി. ജനം, കൊച്ചി. സിനിമാ നയരൂപീകരണത്തിന് ശേഷം ഒക്ടോബർ മാസത്തോടെ നിയമനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിലെ പുതിയ വിവരങ്ങൾ നൽകാൻ SIT സാവകാശം തേടി. ഹർജികൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 25 മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ അന്വേഷണം പൂർത്തീകരിക്കാൻ SIT കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി 10 ദിവസം സാവകാശം അനുവദിച്ചു. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ഉണ്ടാകും. സിനിമാ കോൺക്ലേവിന് ശേഷം നയം രൂപീകരിക്കും. തുടർന്ന് ഒക്ടോബർ മാസത്തോടെ നിയമനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സിനിമാ കോൺക്ലേവിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാകും നയരൂപീകരണം. സിനിമ വിനോദ മേഖലയിലെ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുള്ളതാണ് നിയമമെങ്കിലും തൊഴിൽ സുരക്ഷ ഉൾപ്പെടെ പരിഗണിച്ച് സമഗ്രമായ നിയമപരിരക്ഷ ഉദ്ദേശിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. ജനം, കൊച്ചി. ഡിഒമാരിലാറിയ സംസ്ഥാനത്ത് 23 വിദ്യാഭ്യാസ ജില്ലകൾ. യഥാസമയം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും നടക്കാത്തതാണ് ഡിഒമാരില്ലാത്തതിന് കാരണം. ആകെയുള്ള 41 വിദ്യാഭ്യാസ ജില്ലകളിൽ പകുതിയിലേറെയിടങ്ങളിലും ഡിഒമാർ ഇല്ലാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാണ്. സ്കൂൾ തുറക്കുന്നതിന് പിന്നാലെയാണ് ഡിഇഒമാരുടെ കുറവ് വിദ്യാഭ്യാസ വകുപ്പിനെ കാര്യമായി ബാധിക്കുന്നത്. സംസ്ഥാനത്തെ 23 വിദ്യാഭ്യാസ ജില്ലകളിൽ ഡിഇഒമാരില്ല. യഥാസമയം സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും നടക്കാത്തതാണ് ഡിഒമാരില്ലാത്തതിന് കാരണം. ഡിഒമാരിൽ 11 പേർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 12 പേർ വിരമിച്ചു. ഇതോടെയാണ് 23 ഡിഇഒ തസ്തികയിൽ ആളില്ലാതെ വന്നത്. ആകെയുള്ള 41 വിദ്യാഭ്യാസ ജില്ലകളിൽ പകുതിയിലേറെ ഇടങ്ങളിലും ഡിഇഒമാരില്ലാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഡിഒമാരില്ലാത്ത ജില്ലകളിൽ 6ാം പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനം അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. ജൂൺ 10-നാണ് 6ാം പ്രവൃത്തി ദിനം. എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പള ബിൽ മാറുന്നതും പ്രതിസന്ധിയിലാണ്. പ്രഥമ അധ്യാപകൻ വിരമിച്ച എയ്ഡഡ് സ്കൂളുകളിലെ ശമ്പള ബിൽ മാറുന്നത് ഡിഒമാർ വഴിയാണ്. അധ്യാപകരുടെയും പ്രഥമ അധ്യാപകരുടെയും ഇൻക്രിമെന്റ് പാസ്സാക്കേണ്ടതും ഡിഒമാരാണ്. അധ്യാപകരുടെ ഗ്രേഡ് പാസ്സാക്കാനും ഡിഒമാരുടെ കുറവ് കാരണം സാധിക്കുന്നില്ല. 2021 മുതലുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുന്നതും ബുദ്ധിമുട്ടിലായി. നിലവിൽ സർവീസിൽ
നിലവിലുള്ളവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക PF ലയിപ്പിക്കുകയാണ്. എന്നാൽ വിരമിച്ചവർക്ക് കുടിശ്ശിക തുക പണമായി നൽകണം. DOമാരില്ലാത്തതിനാൽ ഇതും തടസ്സപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വാങ്ങിയ സ്കൂളുകളിലെ പോലും അധ്യാപക നിയമങ്ങൾ അംഗീകരിക്കാനും DOമാരുടെ കുറവ് കാരണം നടപടി ഉണ്ടായിട്ടില്ല. ജനം, തിരുവനന്തപുരം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നതിനിടെ സ്റ്റുഡിയോക്കെതിരായ ബഹിഷ്കരണം തുടരുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന SIO. അതേസമയം സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയരുന്നത്. സ്റ്റുഡിയോ ബഹിഷ്കരണം തുടരും. ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ല. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കും തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന SIO നേതാവ് മുഹമ്മദ് ഷഫാഖ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. SIOയുടെ നിലപാടിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വൻ പ്രതിഷേധ സ്വരങ്ങളാണ് ഉയരുന്നത്. എല്ലാ കാലത്തും രാജ്യവിരുദ്ധ നിലപാട് ഉയർത്തുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അത്തരക്കാർ ഉയർത്തുന്ന ഇത്തരം ആഹ്വാനങ്ങൾക്ക് പിന്നിലെ അജണ്ട പൊതുസമൂഹം തിരിച്ചറിയണമെന്നും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നും തുടങ്ങിയ കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വീണ്ടും ഉയരുന്നത്. ടാറ്റയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി ബഹിഷ്കരണാഹ്വാനം നടത്തുന്നത് ചില ലക്ഷ്യം വെച്ചാണെന്നും ചിലർ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന SIO നിലപാടുകൾ ആവർത്തിക്കുമ്പോഴും പൊതുസമൂഹം അതിനെ തള്ളിക്കളയുകയാണെന്നാണ് സ്റ്റുഡിയോയിലെ ജനത്തിരക്ക് ബോധ്യപ്പെടുത്തുന്നത്. ജനം, കോഴിക്കോട്. മുത്തൂറ്റ് ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യം തട്ടിയെടുത്ത കേസിൽ മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് മുൻ ചീഫ് ജനറൽ മാനേജർ രഞ്ജിത്ത് രാമചന്ദ്രൻ, മുൻ CEO തോമസ് P. രാജൻ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തു. സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പ്രതികൾ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പ്രതികളെ നേരത്തെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇന്നു മുതൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിവരെയാണ് പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസിന് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം പ്രതികൾ ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യമായ 12 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പോലീസ് കേസ്. എന്നാൽ 100 കോടിയോളം രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇത് 2ാം തവണയാണ് പ്രതികളെ പോലീസ് തുടർച്ചയായി ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ മാസം തുടർച്ചയായി 3 ദിവസം രഞ്ജിത്തിനെയും തോമസ് P. രാജിനെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പ്രതികൾ പോലീസിനോട് സഹകരിച്ചിരുന്നില്ല. ഇതോടെയാണ് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന് കാണിച്ച് പോലീസ് കോടതിയെ സമീപിച്ചത്. പ്രതികൾ തട്ടിയെടുത്ത പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ജനം, കൊച്ചി. കൈക്കൂലി കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒഴിവാക്കിയേക്കും. നിയമവിദഗ്ധരുമായി ആലോചിച്ചായിരിക്കും വിജിലൻസിന്റെ അന്തിമ തീരുമാനം. കാര്യമായ തെളിവുകളൊന്നുമില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കുമ്പോഴും വ്യക്തമായ തെളിവുകൾ കൈമാറിയിട്ടില്ല എങ്കിൽ അന്വേഷണ സംഘം കോടതിയുടെ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വരിക. ഇഡിയുടെ പേരിൽ ഏജന്റുമാർ വ്യവസായിയിൽ നിന്ന് പണം വാങ്ങി പിടിക്കപ്പെട്ടപ്പോൾ തന്നെ തെളിവുകളില്ലാതെ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറെ പ്രതിയാക്കിയതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പരാതിക്കാരനെ നിയന്ത്രിക്കുന്നത് തന്നെ സംസ്ഥാന വിജിലൻസ് ആണെന്ന ആരോപണവും ഇഡി ഉയർത്തിയിരുന്നു. ഇഡിയും വിജിലൻസും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുമ്പോഴാണ് തെളിവുകൾ ലഭിക്കാതെ ഇഡി ഉദ്യോഗസ്ഥനെ 1ാം പ്രതിസ്ഥാനത്ത് നിലനിർത്തി ഇനിയും മുന്നോട്ട് പോയാലുള്ള തിരിച്ചടികൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ തുടർന്നും തെളിവ് ലഭിച്ചില്ലെങ്കിൽ ഇഡി ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഇതിന് നിയമോപദേശങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുടെ അന്തിമ അനുമതികളും വേണം. പരാതിക്കാരനായ അനീഷ് ബാബുവും ഇടനിലക്കാരൻ വിൽസണുമായുള്ള സംഭാഷണത്തിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇത് ശേഖർ കുമാർ കൂടി അറിഞ്ഞുകൊണ്ടാണെന്നതിന് തെളിവില്ല. മുഴുവൻ ഡീറ്റെയിൽ തെളിവുകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയാകട്ടെ എന്നും പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കുന്നത് നിലവിൽ ആലോചനയിൽ ഇല്ലെന്നുമാണ് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തെളിവുകളില്ലാതെ കേസിൽ നിന്ന് ഒടുവിൽ ഒഴിവാക്കേണ്ടി വന്നാൽ ഇത് വിജിലൻസിന് കനത്ത തിരിച്ചടിയാകും. കേസ് മുന്നോട്ട് കൊണ്ടുപോയി കോടതി ഇടപെടലുകൾ ഉണ്ടായാലും തെളിവില്ലാതെ ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിന് മറുപടിയും പറയേണ്ടി വരും. ജനം, കൊച്ചി. ഇടുക്കി തൊടുപുഴ കാരിക്കോട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവ നടത്തിപ്പിൽ അഴിമതി ആരോപണവുമായി ഒരു വിഭാഗം രംഗത്ത്. വ്യാജ രസീതുകൾ നൽകിയും പരസ്യത്തുകയിൽ തിരിമറി കാട്ടിയും സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയും ഉപദേശക സമിതി അംഗങ്ങൾ വൻതുക തട്ടിയെടുത്തു എന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ തള്ളി ഉപദേശക സമിതിയും രംഗത്തെത്തി. കഴിഞ്ഞ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 5 വരെയാണ് തൊടുപുഴ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം നടന്നത്.
പുതിയ ഉപദേശക സമിതി അധികാരം ഏറ്റെടുത്ത് 1 മാസത്തിനുള്ളിലായിരുന്നു ഉത്സവം. പരസ്യത്തിനും വഴിപാടുകളായും സംഭാവനകളായും ലഭിച്ച തുകയുടെ കണക്ക് മറച്ചുവെച്ച് ഉപദേശക സമിതി തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. കൂടാതെ ഉപദേശക സമിതി അംഗങ്ങൾ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങിയതായും വ്യാജ രസീതുകൾ നൽകി പണം തട്ടിയെടുത്തതായും ആരോപണമുയരുന്നുണ്ട്. ഈ ഉപദേശക സമിതിയിൽ നിന്നും ഞാൻ രാജിവെക്കാൻ നിർബന്ധിതനായി. അതിൻ്റെ യഥാർത്ഥ കാരണം ദേവസ്വം ഉപദേശക സമിതിയുമായിട്ട് ആലോചിക്കാതെ ദേവസ്വം ഉപദേശക സമിതി സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഉത്സവ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി ഇവർ നടത്തിയ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏകദേശം എൻ്റെ അറിവിൽ 14.5 ലക്ഷത്തോളം രൂപ ഉപദേശക സമിതി സീൽ ചെയ്ത കൂപ്പണും സീൽ ചെയ്യാത്ത കൂപ്പണുമായി, വ്യാജ കൂപ്പണുമായി പിരിച്ചിട്ടുണ്ട്. കൂപ്പണില്ലാതെ പിരിച്ച കാശിനും വേറെ കണക്കുകളുണ്ട്. ഇതിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താത്ത അടിസ്ഥാനത്തിലാണ് ഞാൻ രാജിവെച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം ഉത്സവത്തിനായി ചെലവഴിച്ചത് 7,56,614 രൂപയാണ്. പരസ്യം നൽകിയവരുടെയും വഴിപാട് നടത്തിയവരുടെയും പേരുവിവരങ്ങൾ മാത്രമാണ് ബോർഡിന് കൈമാറിയിട്ടുള്ളത്. എത്ര രൂപ ലഭിച്ചുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ അറിവിലുള്ള കാശ് വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം ഒരു 7.5 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നതായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വിജിലൻസിന് ഇതിന്റെ എല്ലാ രേഖകളും എന്റെ അറിവിൽ കിട്ടിയ പൈസയുടെ കത്തുകളും ഞാൻ അവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അത്രയും നിഷേധിച്ച് ഉപദേശക സമിതി രംഗത്തെത്തി. പഴയ ഉപദേശക സമിതിയുമായി ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. വ്യാജ രസീത് ഉപയോഗിച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും പരസ്യവും വഴിപാടുകളും സംബന്ധിച്ചുള്ള കണക്കുകൾ ദേവസ്വത്തിന് നൽകേണ്ടതില്ലെന്നും ക്ഷേത്രത്തിനായി മികച്ച പ്രവർത്തനം നടത്തുന്ന ഉപദേശക സമിതിയെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നതെന്നും ഉപദേശക സമിതി സെക്രട്ടറി പറഞ്ഞു. അമ്പലത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഞങ്ങൾ പഴയ ഭരണസമിതിയെ ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ യോഗത്തിൽ തന്നെ പറയുകയും ചെയ്തു, പഴയ ഭരണസമിതി എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനും പൈസ പിരിക്കുന്നതിന്, അല്ലെങ്കിൽ കൂപ്പൺ, ദേവസ്വം ബോർഡിൻ്റെ കൂപ്പൺ ഉപയോഗിച്ച് പൈസ പിരിക്കുന്നതിന്, അല്ലെങ്കിൽ പരസ്യം കണ്ടെത്തുന്നതിന്, സ്പോൺസർമാരെ കണ്ടെത്തുന്നതിനൊക്കെ പഴയ ഭരണസമിതി ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ഇനി അവരാരെങ്കിലും ആ തരത്തിൽ ക്രമക്കേട് നടത്തിയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിലരൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ആ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താം. അതല്ലാതെ ഞങ്ങൾ ഉപദേശസമിതിയുടെ ഔദ്യോഗിക സ്വഭാവത്തിൽ ഞങ്ങൾ യാതൊരു ക്രമക്കേട് നടത്തിയിട്ടില്ല. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവക സ്ഥലം കച്ചവടക്കാർക്ക് ലേലം കൊടുക്കുന്നത് പുതിയ ഉപദേശക സമിതി അട്ടിമറിച്ചതായും ആരോപണമുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡ് ഉപദേശക സമിതിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ മറുപടി നൽകാനിരിക്കെയാണ് ഉപദേശക സമിതിക്കെതിരെ അഴിമതി ആരോപണം കൂടി ഉയർന്നിരിക്കുന്നത്. ജനം, ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.